ഹായ് നമസ്കാരം. ഇന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷമാകുകയാണ്. അപ്പം അത് ആഘോഷിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും, ലോകമെങ്ങുമുള്ള നമ്മുടെ ഇന്ത്യക്കാർക്ക് ആദ്യമായി എൻ്റെ നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കൂലി എന്ന സിനിമ ഇന്നലെ ഞാൻ കാണാനിടയായി. അതായത് രാവിലത്തെ ഷോയ്ക്ക് പോകണമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി 9:30-ക്കുള്ള ഷോയ്ക്കാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. അങ്ങനെ സിനിമ കണ്ടു. സിനിമയുടെ ത്രൂ ഔട്ട് ഒരു സിനിമയെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ, അതായത് അവസാനം വരെയും വെട്ട് കുത്ത് അങ്ങനെയുള്ള, പിന്നെ മദ്യപാനം, അങ്ങനെ ത്രൂ ഔട്ട് വയലൻസ് ഉള്ളൊരു സിനിമയാണ്. പക്ഷേ രജനീകാന്തിൻ്റെ സിനിമയെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, പണ്ട് മുതലേ രജനീകാന്തിൻ്റെ ആരാധകർ ആയ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ സിനിമ കാണുമ്പോൾ നമുക്കെല്ലാം ഒരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെയാണ്. അദ്ദേഹം അഭിനയിക്കുന്ന ഏത് രംഗം എടുത്താലും ആദ്യമായിട്ടായിരിക്കും പുള്ളിയുടെ ഒരു എ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സിനിമ റിലീസാകുന്നത്. ഇപ്പം നമുക്ക് അറിയാം, കേരളത്തിൽ മാർക്കോ എ സർട്ടിഫിക്കറ്റിലാണ് ഇറങ്ങിയത്. വയലൻസ് ഉള്ളത് കാരണമാണ് ഈ സർട്ടിഫിക്കറ്റ് അവർ നൽകുന്നത്. പണ്ട് നമ്മളുടെ ഈ സിനിമയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ശരിക്കും വേറെ സിനിമയ്ക്കായിരുന്നു. അതായത് ബ്ലൂ ഫിലിമിനാണ് അന്ന് എ സർട്ടിഫിക്കറ്റ് അടിച്ച് വരാറുള്ളത്. ഇപ്പം അങ്ങനെയുള്ള സിനിമകളൊന്നും നമ്മുടെ ഇന്ത്യയിലൊന്നും ഇറങ്ങുന്നില്ല. അത് കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമകളാണ് ഈ വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നത്. അതിന് സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പം എ സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. അത് എന്തെങ്കിലും ആട്ടെ, നമ്മുടെ ഇപ്പം സർട്ടിഫിക്കറ്റിൻ്റെ പേരല്ലല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ നമ്മൾ കണ്ടിട്ട് അതിൽ കഥയെന്ന് പറയുന്നത് നമുക്ക് ഊഹിച്ചെടുക്കണം. പക്ഷെ നല്ലൊരു സിനിമയാണ്. അവർ ചെയ്തിരിക്കുന്ന മേക്കിംഗ് ആകട്ടെ, കളറിങ് ആകട്ടെ, എല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് കഥ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സിനിമ നമുക്ക് നമ്മൾ ആരാധകർക്ക് കണ്ടിരിക്കാം. അതായത് നമ്മൾ സാധാരണഗതിയിലൊക്കെ രജനീകാന്തിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയം തിയേറ്ററിനകത്തൊക്കെ ഭയങ്കര ബഹളവും ഓളവും ഒക്കെ ആയിരിക്കും. നമ്മൾ രജനീകാന്തിനെ കാണിക്കുന്ന മുതൽ, രജനീകാന്തിൻ്റെ സ്റ്റണ്ട് വരുന്ന സമയം മുതൽ എപ്പോഴും തിയേറ്റർ മൊത്തത്തിൽ ഇളക്കി മറിക്കുന്ന ഒരു സംഭവമാണ് രജനീകാന്തിൻ്റെ ഒട്ടുമിക്ക സിനിമകളും ഞാൻ തിയേറ്ററിൽ ചെന്ന് കാണുന്ന സമയം നമുക്ക് അനുഭവത്തിൽ വരുന്നത്. അത് പഴയകാലം മുതലേ ഉള്ള എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. ഇതിൽ നമുക്ക് ഒരു വില്ലൻ കഥാപാത്രമായ നമ്മുടെ മലയാളി സൗമിൻ മനോഹരമായിട്ട് തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാളികളെ പുള്ളി ബോറടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ആ കഥാപാത്രം അദ്ദേഹം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മലയാളികൾക്ക് ആശ്വസിക്കാമെന്നുള്ള ഒരു വകയും കൂടെ അദ്ദേഹം ഇട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിനിമകളെല്ലാം നമ്മൾ ഇപ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ കൊണ്ടാണ്, ചിലർ ഫാമിലി ആയിട്ടാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ഞാൻ തിയേറ്ററിൽ നോക്കുമ്പോഴത്തേക്കും ഒത്തിരി കുഞ്ഞു പിള്ളേർ ഉൾപ്പെടെ ഈ സിനിമ കാണുന്നുണ്ട്. പക്ഷേ ഈ വയലൻസ് നിറഞ്ഞ ഈ സിനിമകൾ നമ്മുടെ പിള്ളേരൊക്കെ കാണുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ഈ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, പിന്നെ ഈ മയക്കുമരുന്നടിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരാകട്ടെ, ഇവരെല്ലാവരും ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടായിരിക്കാം ഈ വെട്ടും കുത്തും. ഇപ്പം നമ്മൾ നിരന്തരം നമ്മുടെ കേരളത്തിലാകട്ടെ, ഇന്ത്യയിൽ ഉടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ, ഈ കൊലപാതകങ്ങളാണ്. കൊലപാതക പരമ്പരകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഈ സിനിമയിൽ നമ്മുടെ ഇവർ കൊല്ലുന്നവരെ കൊണ്ടൊന്ന് ദഹിപ്പിക്കുന്ന, അതായത് ഒരു പൗഡർ പരുവത്തിലാണ് ഈ ഇവരെ ദഹിപ്പിച്ചെടുക്കുന്നത്. അതായത് നമ്മളിപ്പം
മരിച്ച ആളിനെ കൊണ്ട് നമ്മൾ അടക്കം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പപ്സുമ പോലെ, അതായത് ചാരമാകുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നതാണ് സത്യരാജിൻ്റെ റോള് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് സത്യരാജിൻ്റെ മക്കളെയും ഭാര്യേനെയൊക്കെ കൊല്ലുമെന്ന്, ഭാര്യ ഓൾറെഡി മരിച്ചു, മക്കളെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് സത്യരാജിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇവരെന്തിനു വേണ്ടി കൊല്ലുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളത് ശരിക്കും നമ്മുടെ ഈ സിനിമയിൽ ഒന്നും പറയുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്തിന് വേണ്ടി രജനീകാന്ത് ഇറങ്ങുന്നു. രജനീകാന്തിനെ ആദ്യം കാണിക്കുന്ന തന്നെ ഒരു ഇറച്ചി വെട്ടുന്ന സ്റ്റൈലിലാണ്. അതായത് ഡയറക്ടർ ആ മനസ്സിൽ തന്നതായിരിക്കാം. ഇറച്ചി വെട്ടുന്ന ഒരു ഭാഗമാണ് തുടക്കം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇറച്ചി തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓടി വന്നു, ചിലപ്പം ഇനി ഇറച്ചി കച്ചവടക്കാരനായിരിക്കും, അതായിരിക്കും കൂലി എന്ന് സിനിമയുടെ പേരിട്ടെന്നാണ് ഞാൻ ഓർത്തത്. അല്ല, പിന്നെ അദ്ദേഹം കൂലിയായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ സത്യരാജുമായിട്ട് അകന്നു കഴിയുന്നു. പിന്നെ സത്യരാജുമായിട്ട് ഇടയ്ക്ക് ഒരു സംസാരിക്കുന്നത്, അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പക്ഷെ അവർ ഒരു വണ്ടിയിൽ ഇരുന്നിങ്ങനെ മദ്യപിക്കുന്നതും ഒക്കെ കാണിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സിനിമയിൽ മദ്യപാനം, വെട്ടിക്കൊത്ത്, വീഡിയോലി, അതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംഭവം നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെയും ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ സിനിമ കാണാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ആണെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരാൾ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെന്നിരുന്ന് കാണുമ്പോഴും നമുക്ക് കണ്ടിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ കൂവുന്നുമില്ല, കൈയടിക്കുന്നുമില്ല. എന്ന് പറഞ്ഞാൽ തിയേറ്ററിനകത്ത് സാധാരണഗതിയിൽ രജനീകാന്തിൻ്റെ സിനിമയ്ക്കൊക്കെ കൈയടിയും ഒരു കോമഡിയൊന്നും ഇല്ല അതിനകത്ത്. അപ്പം അതിനകത്ത് സ്ത്രീ കഥാപാത്രമാകട്ടെ എല്ലാം നമ്മുടെ ഈ കമലഹാസൻ്റെ മകൾ നല്ല നല്ല അഭിനയമായിരുന്നു. എന്ന് പറഞ്ഞാൽ അഭിനയം, എല്ലാവരുടെയും അഭിനയം നന്നായിട്ട് തന്നെ ഉണ്ട്. കഥയില്ല സിനിമയ്ക്ക്, പക്ഷേ ത്രൂ ഔട്ട് നമുക്ക് കണ്ടിരിക്കാം. കഥ വളരെ വീക്കാണ്. ഈ സിനിമയ്ക്ക് ഒരു കഥ പറയാൻ വേണ്ടിയുള്ള ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. സിനിമ എന്നുള്ള ഒരു നിലയ്ക്ക് 2.25 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ ബോറടി ഇല്ലാതെ, അതായത് നമുക്ക് ബോറടിക്കത്തില്ല, കണ്ടിരിക്കാം. പക്ഷേ ഇതാണ് വയലൻസാണ് നമ്മൾ കാണുന്നതെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കൊച്ചു പിള്ളേർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഈ ഒരു മനോഭാവത്തിലേക്ക് അവർ മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടാൽ മാറണമെന്നല്ല ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ മാറ്റിയെടുക്കും എന്നല്ല. പക്ഷേ സിനിമ കാണുന്ന ഈ സിനിമയെ കൂടെ തന്നെയാണ് കൂടുതൽ കണ്ടാണ് ഈ കൊലപാതകങ്ങൾ ആൾക്കാർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കൊലപാതകങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിക്കണമോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർ തന്നെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം മിക്ക സിനിമകളും പഴയ കാലത്തെ നിങ്ങളൊന്ന് നോക്കിക്കുക. പഴയ കാലത്തെ രജനീകാന്തിൻ്റെ സിനിമ എടുത്തു കഴിഞ്ഞാലും 40 പേര് 30 പേരെയൊക്കെ ഇവർ പുള്ളിയൊറ്റയ്ക്ക് അടിക്കുന്ന രംഗമാണ്. ആ സ്റ്റണ്ട് സീനൊക്കെയാണ് ഉള്ളത്. അപ്പം യൂട്യൂബർമാരൊക്കെ എല്ലാവരും അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പലരും. അപ്പോൾ ഈ പറയുന്ന കൂടെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ആശയം മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമേനെ മോശമായിട്ട് താറടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമുള്ള വയലൻസുകൾ നമ്മളിങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഇത് കാണുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെക്കുറിച്ച് ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ഇത്രയും ഒന്നും പാടില്ല എന്നുള്ള ഇത് ത്രൂ ഔട്ട്, അതായത് സിനിമ തുടങ്ങി അവസാനം വരെ, ഏറ്റവും അവസാനം അമീർ ഖാൻ വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ടും കുറേ പട്ടികളുമായിട്ട് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. അവസാനം അവിടെ വെച്ചിരുന്ന കുപ്പികളെല്ലാം അങ്ങ് ബ്രാൻഡ് കുപ്പികളെല്ലാം വെടിവെച്ചങ്ങ് പൊട്ടിക്കുന്നു. ഇത് കഴിയുമ്പോഴത്തേക്കും നേരെ അവിടെ നിൽക്കുന്ന നമ്മളെ വില്ലന്മാരെ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുന്നു. അപ്പം അവിടെ അത്രയും കൊല്ലേണ്ട പോലും ആവശ്യമില്ലാത്ത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൗമ്യനെ കൊണ്ടുവന്നിട്ട് ചുമ്മാ ഒരു കുഴിക്കകത്തിട്ടങ്ങ് മണ്ണിട്ട് മൂടുന്നതാണ് അവസാനത്തെ സീന് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയുടെ കഥ പറയണമല്ല, അത് അവിടെ ചിത്രീകരിച്ച പോലെ അതൊക്കെ കുറച്ചുകൂടെയൊക്കെ ഇത്രയും വലിയ സിനിമയാണ്. ഈ വലിയ സിനിമയ്ക്കകത്ത് അവർ ഒരു നിസ്സാരം പോലെയാണ് വില്ലനെ കൊല്ലുന്നത്. അതിനു മുമ്പ്
മറ്റേ വില്ലനെ ഇത് ചെയ്യുന്നതൊക്കെ നല്ല സ്റ്റണ്ടൊക്കെ അതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. കപ്പലിനകത്തുള്ള ഇതും ഒക്കെ ആയിട്ട് ആദ്യം ഇവർ പറയുന്ന ഈ ഒരു കള്ളക്കടത്ത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, ഹൃദയം, കിഡ്നി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിയിലൊക്കെ അതിങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് പെടുന്ന കുറേ പേരെയൊക്കെ ഇവർ കൊല്ലുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പക്ഷേ പിള്ളേർ സെറ്റുകൾ ഇത് എന്ന് കണ്ടിട്ട് ഇത് അനുകരിക്കാതിരിക്കുക. ദയവേത് അങ്ങനെയുള്ള സിനിമകൾ ഇത്തരം വയലൻസുകളൊന്നും കാണിക്കാതെ കുറച്ചൊക്കെ കാണിച്ചിട്ട് ഒരു സിനിമയ്ക്ക് ഒരു 2.25 മണിക്കൂർ ആൾക്കാർ എൻജോയ് ചെയ്യാൻ പോകുന്നത് അത് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം, നിർത്തുന്നു.